യേശുവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിശുദ്ധ വാരത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു. നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയിലായിരുന്ന് ഉപവാസത്തിലും ത്യാഗത്തിലും നമ്മുടെ ജീവിതങ്ങളെല്ലാം ക്രമീകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഓശാന ഞായറാഴ്ച മുതൽ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കൂടുതലായി കർത്താവിൻ്റെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥനയിലായിരുന്നുകൊണ്ടും വചനം ശ്രവിച്ചുകൊണ്ടും നമ്മൾ ഈ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങളും അതേപോലെ തന്നെ അന്നത്തെ പ്രാർത്ഥനകളും എല്ലാം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് നമ്മെ ആ സ്നേഹത്തിലേക്ക് വിളിച്ചു. നമ്മളെല്ലാവരും എളിമയുള്ളവരായി തീർന്നുവെന്ന് കാണിച്ചുകൊണ്ട് പാദം കഴുകി തുടർന്ന് ആ ത്യാഗത്തിലും സ്നേഹത്തിലും വസിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ച കർത്താവ് തൻ്റെ പ്രാണൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച സകല പാപ പരിഹാരത്തിനുമായിട്ട് മനുഷ്യമക്കളെ സ്നേഹിച്ച് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പുനരുദ്ധാനം ചെയ്ത് ഈ ലോകത്തിലെ ജീവിതം അത് ക്ഷണികമാണ്, നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചു. അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണതയെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ ഒരു വിശുദ്ധ വാരത്തിൽ പ്രാർത്ഥനയിൽ, ത്യാഗത്തിൽ, സ്നേഹത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് പുനരുദ്ധാനത്തിൻ്റെ മക്കളായി തീരുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ ഈ ആഴ്ചയിൽ ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാവരും ഈ ഒരു കൃപയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വചനം എല്ലാവരിലും നിറയുന്നു, സ്നേഹം എല്ലാവരിലും നിറയുന്നു. കർത്താവിൻ്റെ പുതിയ ചൈതന്യവും ഒരു പുതിയ ഉണർവും പുതു ചൈതന്യവും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും ഇതിനോടൊപ്പം തന്നെ ആശംസിച്ച് പ്രത്യേകമായിട്ട് ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആംബുലൻസിന്റെ ശബ്ദം കേട്ടു. അപ്പൊ അദ്ദേഹം ആംബുലൻസിന്റെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി. ഒരു വീടിന്റെ മുറ്റത്താണ് പോയി നിന്നത്. ആ വീട്ടിലെ കാരണവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അവർ നേരിടുന്ന പ്രശ്നം, ആ കാരണവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഈ യുവാവ് പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ നിന്നുകൊള്ളാം. അങ്ങനെ പുള്ളിക്കാരനും കൂടി ആംബുലൻസിൽ കയറിപ്പോയി. 2 ആഴ്ച ഹോസ്പിറ്റലിലെ ജീവിതം കഴിഞ്ഞ് ആ കാരണവരെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ യുവാവ് മടങ്ങി വീട്ടിൽ വന്നു. ഇയാള് ഈ 2 ആഴ്ച ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലുണ്ടായിരുന്ന വേറൊരു കാരണവരെയും കൂടി ഈ പുള്ളിക്കാരൻ ശുശ്രൂഷിച്ചായിരുന്നു. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ വെച്ച് സഹായിച്ച കാരണവരുടെ ഫോൺ വന്നു, അദ്ദേഹത്തിന് വീട് വരെ ഒന്ന് ചെല്ലാൻ. അപ്പം ഇവൻ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു.
വീട്ടിൽ ചെന്നപ്പോൾ ആ കാരണവർ പറഞ്ഞു, എൻ്റെ മകന് ഗൾഫിൽ ഒരു കമ്പനിയുണ്ട്, നീ ഇങ്ങനെ ജോലിയില്ലാതെ നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഒരു ജോലി തരുന്നതിനെക്കുറിച്ച് ഞാൻ അവനോട് സംസാരിച്ചു. അവൻ സമ്മതിച്ചിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നീ വേണ്ടത് ചെയ്യുക. ചുരുക്കി പറയട്ടെ, 3.5 ആഴ്ച കൊണ്ട് ഇവൻ ഗൾഫിൽ ചെന്ന് ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് 1.25 വർഷം കഴിഞ്ഞാണ് ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ വരുന്നത്, 3 ആഴ്ചത്തെ അവധിക്ക്. അപ്പം അതിൽ ഒരാഴ്ച ഈ ധ്യാനമന്ദിരത്തിൽ നന്ദി സൂചകമായി ധ്യാനത്തിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. എവിടെ പോയാൽ ജോലി കിട്ടും, എന്ത് ചെയ്താൽ ജോലി കിട്ടും, ഈ ചോദ്യം എൻ്റെ തലയിൽ നിന്ന് കളഞ്ഞ് എനിക്കങ്ങനെ സ്നേഹത്തിൽ വളരാൻ കഴിയും എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ജോലി എൻ്റെ പുറകെ വന്നു. അധ്യായം 10 തിരുവചനങ്ങൾ 28 മുതൽ. അക്കാലത്ത് പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുൻപന്മാരിൽ പലരും പിൻപന്മാരും പിൻപന്മാരിൽ പലരും മുൻപന്മാരുമാകും. കർത്താവിന്റെ സുവിശേഷം. അപ്പോൾ അവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. അത് നിറയെ വക്കോളം വെള്ളം നിറയ്ക്കാൻ ഈശോ ആവശ്യപ്പെട്ടു. ഈശോയുടെ സാന്നിധ്യത്തിൽ ഈശോയുടെ സുവിശേഷ വേലയുടെ ആദ്യത്തെ മിറക്കിൾ നടന്നു, അത്ഭുതം നടന്നു. വെള്ളം വീഞ്ഞായി മാറിയ അത്ഭുതം ഈശോയുടെ സാന്നിധ്യത്തിൽ. എനിക്ക് പ്രഭാഷകൻ 3:2 അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ യേശുവിനെ ഗർഭം ധരിച്ച ശേഷം തിടുക്കത്തിൽ മാലാഖ ഗബ്രിയേൽ മാലാഖ നൽകിയ സന്ദേശത്തെ മാനിച്ച് തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയി. സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? എലിസബത്തും ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഇതാ വ്യക്തികളും സമൂഹങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രണ്ട് വചനഭാഗമാണ് ലേഖനഭാഗത്തും സുവിശേഷ ഭാഗത്തും നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16 മുതൽ 26 വരെയുള്ള തിരുവചനം, 2 വചനഭാഗങ്ങളിലൂടെയും പ്രധാനമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ എല്ലാം സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് വചനം നമ്മോട് പറയുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചാൽ ഇനിയുള്ള നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്താ എഴുതി വെച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇത് മുഴുവനൊന്നും എഴുതിയിട്ടെങ്കിലും ഒരു കാര്യം ഇത്രയെങ്കിലും എഴുതി വെക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ വലിയ കാര്യം ചെയ്യും. ഇനി അത്രയും പറ്റില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന പരിശുദ്ധാത്മാവ്, ഇതാ ഈ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞുതരികയാണ്. അതായത് 2 വചനങ്ങളിലൂടെ 3 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം, 1-ാമത്തെ വചനം, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കും, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ എന്താ? പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്തു തരാൻ, വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് എനിക്കെപ്പോഴും സഹായകനായി എന്നെ പ്രവർത്തിക്കും. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, 100 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞോട് നമ്മുടെ ഈശ്വനാഥന്റെ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ നമ്മെ തന്നെ ക്രമീകരിച്ച് ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിന് വലിയ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനേകം പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള പദ്ധതികളാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഓരോ കാര്യവും ക്രമീകരിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കാര്യവും കർത്താവ് ക്രമീകരിച്ചിട്ടുള്ളത്. സങ്കീർത്തനങ്ങൾ 37-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. സങ്കീർത്തനങ്ങൾ 37 തിരുവചനം 5 മുതലുള്ള തിരുവചനങ്ങൾ. 5-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ നീ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിങ്ങൾ നോക്കിക്കൊള്ളും. കർത്താവ് നോക്കിക്കൊള്ളും. അതായത് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കണം. എപ്പോഴാണ്? എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവത്തിന് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഭാരങ്ങളെല്ലാം, ദുഃഖങ്ങളെല്ലാം അവൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ അവൻ നമ്മെ നോക്കിക്കൊള്ളും. നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിനെ ഭരമേൽപ്പിക്കണം, അവനിൽ വിശ്വസിക്കണം, അവൻ നമ്മെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. Divine, divine, divine blessing. Divine, divine, divine. എൻ്റെ പേര് ലിസി. ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്നത്. ആദ്യമായിട്ടാണ് ധ്യാനം കൂടിയത്. എനിക്ക് വളരെയധികം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു സമാധാനവും സന്തോഷവും ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
എൻ്റെ പേര് വിജി എന്നാണ്. ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കുടുംബസമേതം ഇവിടെ ധ്യാനം കൂടാൻ വന്നിരുന്നു. എൻ്റെ മകൻ 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പഠിത്തത്തിൽ കുറച്ച് മോശമാണ്, പരീക്ഷ ഡിഫിക്കൽട്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അവന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നല്ല മാർക്കോടെ അവൻ ആ പരീക്ഷ പാസ്സായി. പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലി പോയി. ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു, 12 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. പെട്ടെന്ന് ജോലി പോയി ബോംബെ വന്ന് 8 മാസത്തോളം വീട്ടിൽ ഇരിക്കുമായിരുന്നു. ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തു, റെൻ്റക്കാരന് വണ്ടി ഓടിക്കുന്നു. സിസ്റ്ററിൻ്റെ വിവാഹം, ആദ്യം ഒരു വിവാഹം കഴിഞ്ഞു, അത് ഡൈവേഴ്സായി ഇച്ചിരി ബുദ്ധിമുട്ടിലിരിക്കുമായിരുന്നു. വേറൊരു കല്യാണം ശരിയാവുന്നില്ലായിരുന്നു. ഇവിടെ കല്യാണവും നടന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ഗീത എന്നാണ്. ഞാൻ വടകരയിൽ നിന്ന് വരിക. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ധ്യാനം കൂടുന്നത്. അപ്പോൾ ധ്യാനം കൂടിയതിന് കുറച്ച് മനസമാധാനമുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ കർത്താവ് ഏറ്റെടുത്ത് നല്ല വഴി ഉണ്ടാക്കി തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 തുടങ്ങുന്ന തിരുവചനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കേണ്ടിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. Divine, divine, divine blessing. Divine, divine, divine. പാലായിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2017 മുതൽ ഇവിടെ വരുന്നുണ്ട്. എല്ലാ മാസവും വരും, ഒരാഴ്ച. എനിക്ക് ഒരുപാട് സൗഖ്യം കിട്ടി. ഞാൻ ആത്മഹത്യയുടെ വക്കാലാണ് ഇവിടെ വന്നത്. ഇപ്പം ഒരു മരുന്നുമില്ല, ഗുളികയില്ല, ഒന്നുമില്ല. ഒരൊറ്റ ഗുളിക മാത്രം, ബൈപ്പാസ് കഴിഞ്ഞ ഒരൊറ്റ ഗുളിക മാത്രം, വേറൊന്നുമില്ല. പരിപൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി. ഇത് എൻ്റെ യേശു ഞാൻ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. ഈ യോഹന്നാൻ മാംദാനെ കുറിച്ച്, അല്ലെങ്കിൽ എലിസബത്തിന്റെ മകനായ യോഹന്നാനെ കുറിച്ച് പ്രവാചകൻ ആമോസ് പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. എന്താണ്? അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മറിയത്തിന്റെ ഒറ്റ അഭിവാദനം മൂലം എലിസബത്തും കുഞ്ഞും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുവെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് മറിയം എത്രയോ നല്ല സാമീപ്യമാണ് നൽകുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജെന്നിഫറാണ്. ഞാൻ എറണാകുളം വൈപ്പിൻ വന്നേണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് നടുവേദന പ്രശ്നമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഒരു സമാധാനം തോന്നുന്നുണ്ട്. ഹസ്ബൻഡിന് മാത്രമല്ല, എനിക്കും ഒരു നല്ല ആശ്വാസവും സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. താങ്ക് യു ജീസസ്. എൻ്റെ ധാരണ പണ്ട് ഇവിടെ ധ്യാനം കൂടുന്നത് വരെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇറച്ചി കഴിക്കരുത്, മീൻ കഴിക്കരുത്. അപ്പം ഇവിടെ ധ്യാനം കൂടിയപ്പോഴാണ് പനക്കിലച്ചൻ്റെ പ്രസംഗം കേട്ടു. നോമ്പ് കാലത്തെ നിങ്ങൾ വയറിൻ്റെ പ്രശ്നമായി എടുക്കരുത്, അത് മനസ്സിൻ്റെ പ്രശ്നമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും എന്ന പ്രമാണം കൃത്യമായി നടപ്പിലാക്കാനും കൂടിയുള്ള അവസരമാണ് നോമ്പുകാലം. കരയാനെനിക്കൊരു കരളേതോ നാഥ, കറയെല്ലാം കഴുകിടുവാ. ഞാൻ അങ്കമാലി തുറവൂരിന്ന് വന്നിരുന്നു. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ദുഃഖം വിഷമെല്ലാം മാറി എനിക്ക് വലിയ ആത്മീയ സന്തോഷം തോന്നുന്നു. എൻ്റെ പേര് ലീന വർഗീസ്. ഞാൻ പടവരാട് നിന്ന് വരുന്നു.
ഞാനിവിടെ ധ്യാനം കൂടാൻ വരുമ്പോൾ വളരെ മാനസിക വിഷമമായിട്ടാണ് വന്നിരുന്നത്. എനിക്ക് ധ്യാനം കൂടി വളരെ സന്തോഷമുണ്ട്. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ വന്നപ്പോൾ തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമുക്ക് ദൈവം നൽകി, ദുഃഖം മാറ്റി, പ്രത്യാശ നൽകി, വിശ്വാസമുണർത്തി. എല്ലാത്തിനും വേണ്ടി നന്ദി പറയാം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വരുന്നു, സന്തോഷം നൽകുന്നു, ദുഃഖം മാറ്റുന്നു, ആന്തരിക സൗഖ്യം നൽകുന്നു. ഇത് വലിയൊരു സദ്വാർത്തയാണ്. ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു ദുഃഖവും ഭാരവും മനോഭാരവുമായിട്ടാണ് വരുന്നത്. എന്നാൽ ഇതിനകം അവരുടെ ദുഃഖഭാരം മാറി മനസ്സിനൊരു സന്തോഷമായി. ഇതിന് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ, കരുണ, ദയ ഇതെല്ലാം നമ്മളിൽ വന്നറിയും. നല്ല ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും നൽകി. ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായി നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ യാത്രയിലും തുടർന്ന് അവിടെ ചെന്ന ശേഷവും ഇനിയും നമ്മൾ കണ്ടുമുട്ടുമ്പോഴും ദൈവത്തിൻ്റെ സമൃദ്ധമായ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആസന്നമായ ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സ്നേഹിതർക്കും ദൈവത്തിന് സമൃദ്ധമായ കൃപയുണ്ടാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ.